ഇപ്പോൾ യുകെയിൽ വന്നിട്ടുള്ള കെയർ അസിസ്റ്റന്റുമാർ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയമാണ്. പ്രത്യേകിച്ചും ഗവൺമെൻറ് പുതുതായി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന മിനിമം ആനുവൽ സാലറി ത്രഷോൾഡ്. ഒരു വർഷം 25,000 പൗണ്ടെങ്കിലും ആനുവൽ സാലറി വേണം, അതല്ലെങ്കിൽ മണിക്കൂറിന് 12 പൗണ്ട് 82 പെൻസ് വേണമെന്നുള്ള പുതിയ നിയമം. ഈ ഒരു നിയമം വന്നതോടെ പല കെയർ ഹോമുകളിലും ജോലി ചെയ്യുന്നവർ വലിയ പ്രതിസന്ധിയിലോട്ട് കടക്കുകയാണ്. പല കെയർ ഹോമുകളും വിസ പുതുക്കി കൊടുക്കാനായി തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ടീം വെയിൽസിൽ നിന്ന് വിളിച്ചു. അപ്പോൾ അവർക്ക് 4 ഹോമുകളുണ്ട്. അപ്പോൾ ആ 4 ഹോമുകളിൽ പല രാജ്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ആ 4 എണ്ണത്തിനകത്ത് ഒരു ഹോമിൽ ഒരു 15 പേരെങ്കിലും മലയാളീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഓരോ ഹോമിലും. ഈ 15 മലയാളീസ് ആവറേജ് 4 ഹോമിൽ എന്ന് പറയുമ്പം എത്ര പേരെയാണെന്ന് നോക്കിയാൽ മൊത്തം ടെർമിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഗ്യാരണ്ടി ഉണ്ട്? ഇപ്പോൾ ഇങ്ങനൊരു കാര്യം ഗവൺമെൻറ് ഒരു വൈറ്റ് പേപ്പർ പ്ലാനിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു സൈഡിൽ കൂടെ പണി തുടങ്ങി. അപ്പം പിന്നെ എന്ത് ജോബ് സെക്യൂരിറ്റി ആണുള്ളതെന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പം എന്താണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്? ഇപ്പം കെയർ ഹോമിലും നേഴ്സിംഗ് ഹോമിലും അതുപോലെ തന്നെ ഇതുപോലുള്ള കെയർമാരുടെ വിസ അടിക്കൽ നിർത്തി എന്ന് പറയുന്നുമുണ്ട്. അപ്പം പിന്നെ ഇവിടെയുള്ള ആളുകളെ അതിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു മാൻ പവർ ഉണ്ട് എന്ന് ഇവരറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഇത്രയും ആളുകളെ കൊണ്ടുവന്നത്? എൻ്റെ ചോദ്യം അതാണ്. ഇത്രയും ആളുകളെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ശക്തമായ ഒരു അന്വേഷണം നടത്തേണ്ടത് ആവശ്യമല്ലേ? ഇവിടെ എത്ര പേര് കോടീശ്വരന്മാരായി വിസ കച്ചവടം ചെയ്തിട്ട്, എന്തുമാത്രം ആളുകളെ ഈ വിസ കച്ചവടം ചെയ്ത് എല്ലാ രാജ്യക്കാരും, ഇപ്പം മലയാളികൾ മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാനുകൾ, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻസ്, നമ്മുടെ ഇന്ത്യയിലത്തെ കാര്യം പറയുകയാണെങ്കിൽ കേരളക്കാർ അടക്കം എത്രയോ ആളുകൾ കോടികളുണ്ടാക്കി. ഇവർക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ അവരുടെ കാര്യത്തിൽ? ഈ പണം മേടിച്ച് അവരെ വിസ അവിടെ കൊടുക്കാൻ സഹായിച്ചു, അല്ലെങ്കിൽ ആ ഹോം മാനേജറുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാക്കി, അവർക്കും കുറേ പണം കിട്ടി. എന്നിട്ട് ഇവർ മൃഗീയഭാഗം ഇവർ മേടിച്ചു. എന്നിട്ട് അവർക്ക് യാതൊരു ജോബ് സെക്യൂരിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ ഓരോ കുടുംബങ്ങളെ അനാഥരാക്കുന്ന ഒരു പരിപാടിയിലേക്ക് കരഞ്ഞുകൊണ്ടാണ് ഓരോരുത്തർ വിളിക്കുന്നത്. ഇവിടെ വന്ന് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നു, ഇവിടെ അവർ ജീവിതം തുടങ്ങി, സ്കൂളിൽ ചേർത്തു. എന്നിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ 2 വർഷവും 3 വർഷമൊക്കെ ആകുമ്പോൾ അവരെ ടെർമിനേറ്റ് ചെയ്യുക. ഒരു റീസണും ഇല്ലാതെ ചെറിയ വളരെ നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ ഒരു കാരണം ഉണ്ടാക്കി എന്ന് പറഞ്ഞതുപോലെ അവരെ പിന്നെ ടെർമിനേറ്റ് ചെയ്യുക, നേരിട്ട് നോട്ടീസ് കൊടുക്കുകയാണ്. നോ വെർബൽ വാണിംഗ്, നോ റിട്ടൺ വാണിംഗ്, നോ പ്രൊസീജിയേഴ്സ്, ഒരു പ്രൊസീജിയറും ഇല്ല, സ്ട്രൈറ്റ് പറയാം. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം? അപ്പോൾ ഇതിന് ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഈ വിസ എടുത്തു കൊടുത്ത ഏജൻറ്റിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ മിണ്ടിയല്ല, അവർക്ക് മിണ്ടാനും പറ്റിയല്ല. അവർ പൈസ മേടിച്ച് അവരവരുടെ പണി നോക്കി. എന്നാൽ ഇതിൽ പല നമ്മുടെ മലയാളികളും ചെയ്യുന്നൊരു പണിയുണ്ട്. ഇപ്പോഴും ഈ മാനേജർമാരുമായിട്ട് നല്ല കണക്ഷനും അവിടുത്തെ പല കാര്യങ്ങളിലും ഇവർ ഇൻവോൾവ് ആണ്. എന്നാൽ അവർ ചിലപ്പം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേയൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാനൊക്കെ പറ്റും, പക്ഷെ അവർ പറയല. പിന്നെ വേറൊരു കാര്യമുണ്ട്, അതും കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടേതായ കാരണങ്ങൾ കൊണ്ട് ഒരു കാരണവശാലും ഇപ്പോൾ അവർക്ക് ആ ആളോട് യാതൊരു വിധത്തിലുമുള്ള അതൃപ്തിയില്ല. ആ ആൾ ചെയ്ത എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയിലുണ്ടാക്കിയ എറർ കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു അബ്യൂസ്, അത് ഫിസിക്കലായിട്ടുള്ള അബ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ അടുത്ത് മെൻ്റലി ഏതെങ്കിലും അബ്യൂസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ ഫൈനാൻഷ്യൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടാവാം. അതിലേതെങ്കിലും അബ്യൂസിൻ്റെ പേരിൽ ജോലിയിൽ നിന്ന് പിരിച്ചു പോകും. അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ മുമ്പിൽ തന്നെ 1-2 കേസുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പം ഒരാളെ ഹോയിസ്റ്റിൽ ഇങ്ങനെ ത്രിശങ്കു സ്വർഗത്തിൽ ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ട് ഫോണിൽ അരമണിക്കൂർ സംസാരിക്കുക. എങ്ങനെയുണ്ട്? ഒരു സുഖമില്ലാത്ത ഒരാളാണല്ലോ, ആ വ്യക്തിയെ ഹോയിസ്റ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആ ആൾക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ പാഡ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ക്ലീനിങ് പ്രോസസ്സിനോ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയാണല്ലോ ഹോയിസ്റ്റ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഹോയിസ്റ്റിൽ പൊക്കി ആകാശത്തിനും ഭൂമിയിലും നടുക്ക് നിർത്തിക്കൊണ്ട് അപ്പോൾ ഇവർക്ക് ഫോൺ വന്നു. ആ ഫോണിൽ അരമണിക്കൂർ സംസാരിച്ചു. ഇത് കംപ്ലീറ്റ് മോണിറ്റർ ചെയ്തിട്ട് വേറൊരാൾ കൂടെയുള്ള സ്റ്റാഫ് കംപ്ലീറ്റ് വീഡിയോയും ചെയ്തു. എന്നിട്ട് മാനേജർക്ക് കൊടുത്തു. മാനേജർ അത് വേറെ ഒന്നും നോക്കിയില്ല, ഈ ഒരൊറ്റ എവിഡൻസിൻ്റെ പേരിൽ അവരെ നേരിട്ട് ടെർമിനേറ്റ് ചെയ്ത്, എന്നിട്ട് ഒരു 3 പേജ് അടങ്ങുന്ന ഒരു ലെറ്ററും കൂടെ കൊടുത്ത്, ടെർമിനേഷൻ ലെറ്റർ. എന്നിട്ട് ഈ വിസ അവിടെ തരപ്പെടുത്തി കൊടുത്ത ഒരു മലയാളി, ആ മലയാളിയുടെ പേരിൽ ഭയങ്കര കംപ്ലൈൻറ്റും പറഞ്ഞുകൊണ്ട് വന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ കേട്ടപ്പം ഒരു സൈഡ് കേട്ടപ്പം അതവർ ശരിയായില്ലല്ലോ, ഇവർ കാണിച്ച് ശരിയായില്ലോ എന്നോർത്ത് ഞാൻ അവരോട് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇവർ ജയിലിൽ പോകാതിരുന്നതിൻ്റെ കാരണക്കാർ ഞങ്ങളാണ് ചേട്ടാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവർ ജയിലിൽ കിടക്കണ്ടെന്ന് പറഞ്ഞു. കാരണം അത്രമാത്രം വലിയ അബ്യൂസ് അവർ ചെയ്ത്. അത് ആ ഹോമുകാരും ഇവരുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൻ്റെ പേരിൽ അവർ പറഞ്ഞു നിങ്ങളെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇത്
കേസാക്കി ജയിലിലേക്ക് കേസാക്കാതിരുന്ന, അല്ലെങ്കിൽ ഇവരുടെ കാര്യം ജയിലിലായിരുന്നു ഇനിയുള്ള കുറേ കാലം. അവരൊന്നാമത് ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു അവയർനെസ്സും ഇല്ല. ഇവർ ഹെൽത്തുമായി ബന്ധപ്പെട്ട യാതൊരു കെയർ സ്റ്റാൻഡേർഡും അവർ മീറ്റ് ചെയ്യാൻ അവർക്ക് അതിനെപ്പറ്റി ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാകില്ല. ട്രെയിനിങ് കിട്ടിയാൽ തന്നെ അവരതിനെ വളരെ നിസ്സാരമായിട്ട് ഈസി ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ഇത് വയസ്സായ ആളല്ലേ, ഇവരെ എന്ത് ചെയ്താൽ ആരെന്തറിയാൻ, എന്ത് കാണാനോ. പക്ഷേ ഇവിടെ വയസ്സായ ആളുകൾ പൊന്നുപോലെയാണ് ഇവിടെയുള്ള ആളുകൾ നോക്കുന്നുള്ളത് ഇവർക്കറിയത്തില്ല. വയസ്സായ ആളുകളെയും പഴയ സാധനങ്ങളെയും എടുത്ത് പുറത്ത് കളഞ്ഞ് ശീലിച്ച ഒരു സമൂഹത്തിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കും അങ്ങനെ, എനിക്കറിയത്തില്ല. നാട്ടിലെ അനാഥാലയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല. നാട്ടിൽ കരുതിയിരിക്കുന്ന അങ്ങനെയാണ്. ഇവിടെ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു മാസം കിട്ടുന്ന സാലറിയാണ് അവർ ഒരാഴ്ച ഇവിടെ പേ ചെയ്യുന്നത്, ഈ ഹോമുകൾക്ക് പേ ചെയ്യുന്നത്. അവരുടെ ഹോമാണ്. അവരുടെ വീട്ടിൽ നിന്നും അവർക്ക് ഒറ്റയ്ക്ക് അവിടെ താമസിക്കാൻ, അവർക്ക് കെയർ കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ ഭാഗമായതുകൊണ്ടും അവർ ഇതുപോലുള്ള റെസിഡൻഷ്യൽ ഹോമുകൾ അവരുടെ സ്വന്തം വീടാണ്. അതേപോലെയാണ് അവർ പൈസ അത്രയും പേ ചെയ്യുന്നുണ്ട്. 1000 പൗണ്ടിൽ കുറയാത്ത ഒരു എമൗണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ച പേ ചെയ്തിട്ടാണ്. 4000 പൗണ്ട് ഒരു മാസം പേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ടോ ആ പൈസ സാലറി ആയിട്ട്? അവിടെ ജോലി ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ടോ? ഒരു മാനേജർക്ക് കിട്ടുന്നുണ്ടോ? എന്നിട്ടാണ് അവരോട് ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു സംഭവം, വേറൊരു പാർട്ടി ചെയ്ത കാര്യമാണ്. ഹോസ്റ്റലിൽ നിന്ന് ബെഡ്റൂമിൽ നിന്നും അവരെ നടത്തിക്കൊണ്ട് വരാൻ സമയം കുറച്ച് പോകും എന്ന് പറഞ്ഞുകൊണ്ട്, സമയം അത്രയും കൂടെ കുറച്ച് ലേറ്റ് ആകും എന്നുള്ളതുകൊണ്ട് ഹോസ്റ്റലിൽ ഇങ്ങനെ തൂക്കിക്കൊണ്ടിങ്ങ് പോകുന്നു. എവിടേക്ക്? നമ്മുടെ ലോഞ്ചിലേക്ക് ഹോസ്റ്റൽ. വാസ്തവത്തിൽ ചിരിക്കാൻ കഴിയുന്നില്ല, ചിരിക്കാതിരിക്കാനും പറ്റുന്നില്ല. ഹോസ്റ്റലിനകത്ത് ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് പോരുവാണ്. എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിൽ കപ്പയും ചേനയും ഒക്കെ ഇങ്ങനെ പണ്ട് ഇങ്ങനെ തൂക്കുന്ന ഒരു സഞ്ചി ഉണ്ടായിരുന്നു. അതിന് റാത്തൽ എന്നോ തുലാം എന്നൊക്കെയാണ് പറയുന്നത് പണ്ട് കാലത്ത്. ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സാധനം വരുന്നതുകൊണ്ട് ഇംഗ്ലീഷുകാർ ഞെട്ടിധരിച്ചു നിന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് കണ്ട മറ്റ് ബോധമുള്ള ക്ലയൻസും അതുപോലെ തന്നെ ഇതിൻ്റെ മാനേജറോ ആരുണ്ടൊക്കെ കണ്ട് ആ സ്പോട്ടിൽ പിരിച്ചു വിട്ടു എന്ന് മാത്രമല്ല, അവരുടെ പേരിൽ നിയമ നടപടി എടുത്തു. എങ്ങനെയുണ്ട്? എന്നിട്ട് ഇതിൻ്റെ പേരിൽ കരഞ്ഞവരോടിച്ച് ഈ വിസ കൊടുത്തവരെയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അവർ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ പുറകെ എന്നിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഒരു കെയർ പ്ലാനിൽ എന്ത് പറഞ്ഞോ അതനുസരിച്ച് ചെയ്യുക. പിന്നെ ഒരു കാരണവുമില്ലാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട എത്രയോ പേരുണ്ട്. അതൊക്കെ കഷ്ടമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിനെതിരെ നടപടികൾ സ്വീകരിക്കാൻ അവരെവിടെയാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിയമങ്ങൾ അവർ നോക്കണം. അത് തീർച്ചയായിട്ടും അവർ ചെയ്യേണ്ടത് തന്നെയാണ്. അല്ലാതെ ഇങ്ങനെ നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റുകളുടെ പേരിൽ നമ്മളെ പിരിച്ചുവിടുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതിനൊന്നും കൂട്ടു നിൽക്കാൻ ആർക്കും പറ്റില്ല. 12.82 ഗവൺമെൻറ് ഇപ്പം ഈ അടുത്ത കാലത്ത് വർദ്ധിപ്പിച്ചു അല്ലേ? ആ എമൗണ്ട് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ആളെ വേണ്ട. അപ്പോൾ ഇത്രയും ആളുകളെ പിരിച്ചുവിടുന്നതിനുള്ള ഒരു കാരണമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിന് അങ്ങനെ ആളുകളെ അവിടെ വെക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് ഇവർക്കുണ്ടെന്നാണ് എംപ്ലോയർ അവകാശപ്പെടുന്നത്. അപ്പോൾ അതിന് നിയമപരമായ നടപടികളിലേക്ക് പോകുക എന്നതല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഇതിന് കാരണം പറയുന്നത് എന്താണ്? ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമമാണ്. ഗവൺമെൻറ്റിൻ്റെ പുതിയ ഈ നിയമമാണ് അതിന് കാരണം എന്ന് പറഞ്ഞ് 4 ഹോമുള്ള നോർത്ത് ഇന്ത്യൻ ടീമാണ് അവർ. അപ്പോൾ ഇത്രയും ആളുകളുടെ ജീവിതം ഇവിടെ എന്താ? ഇത്രയും കുടുംബങ്ങൾ എന്ത് പ്രതീക്ഷയിൽ വന്നാണ്? അവരുടെ ജീവിതത്തിൽ ഇനി അവരെന്ത് ചെയ്യും? അവർക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുമോ? അവർക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ വേറെ വഴിയില്ല, പോയേ പറ്റുള്ളൂ, അത് വേറെ കാര്യം. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കല്പവും തകർന്ന് തരിപ്പണമായി പോയില്ലേ? ഇതിനെതിരെ ശബ്ദം ഉയർത്തുവാൻ, ഇതിനെതിരെ നമ്മൾ കൊടി പിടിക്കാനോ ഇംഗ്ലാവ് വെക്കാനോ ഒച്ചപ്പാട് വെക്കാനോ അല്ല ഞാൻ പറയുന്നത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അവരെന്ത് പറയണം? ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ ആ വിവരങ്ങൾ കൃത്യമായി ഗവൺമെൻറ്റിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനിവിടെയുള്ള സോഷ്യൽ സർവീസിലുള്ളവരും നമ്മുടെ സമൂഹത്തെ നയിക്കുന്നവരും ഒട്ടനവധി സാമൂഹിക സംഘടനകളുണ്ട്. അവരൊക്കെയായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സംഗതികൾ ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ വന്നാൽ കുറേ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. ഇവരെ സേവിക്കാൻ വേണ്ടി വന്നവരാണ് നമ്മൾ. അവർ നമ്മളെ അങ്ങനെ പെട്ടെന്ന് എടുത്ത് ദൂരെ എറിയൊന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഭാഗത്തുനിന്ന് വീഴ്ചകളില്ലാതെ നമ്മൾ ശ്രദ്ധിക്കുക. 100% നമ്മുടെ കയ്യിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുറ്റവും ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിയമത്തിൻ്റെ സഹായം തേടാവുന്നതാണ്. ഇനി മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, ഇവിടെ വരുന്ന എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, നമുക്കൊരു 12 പൗണ്ടോ 13 പൗണ്ടോ വരുള്ളൂ ഒരു മാസം. എന്തോരം കാശുകൾ നമ്മൾ ചെലവ് ചെയ്യുന്നു. നമ്മൾ ട്രേഡ് യൂണിയനിൽ ചേരെ. ഈ വിളിക്കുന്നവരിൽ 10% താഴെയുള്ളൂ ട്രേഡ് യൂണിയൻ അംഗത്വമുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, നമുക്കിവിടെ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ നമ്മളെ സഹായിക്കാൻ നിയമപരമായി ലീഗലായിട്ട് സഹായിക്കാൻ മറ്റെന്ത് സംവിധാനമാണുള്ളത്? ഇവിടെ ഒരു സോളിസിറ്റർക്ക് പൈസ കൊടുത്ത് നിങ്ങൾക്ക് എത്ര കാലം കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും? ആ സ്ഥാനത്ത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അന്നേരം കയ്യും കാലും ഇട്ടടിക്കും. അതുകൊണ്ട് കാര്യമുണ്ടോ? ഒരു വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഷുറൻസ് എടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ അല്ലേ അത്?
ആ ആക്സിഡൻറ്റ് ഉണ്ടായത് ക്ലെയിം കിട്ടുമോ? ഇല്ലല്ലോ. ആക്സിഡൻറ്റ് ഉണ്ടാകരുതേ എന്നും പറഞ്ഞിട്ടല്ലേ എല്ലാവരും ഇൻഷുറൻസ് എടുക്കുന്നത്. അല്ലാതെ ഇൻഷുറൻസ് എടുത്തു പോയി എന്നും പറഞ്ഞിട്ട് ആക്സിഡൻറ്റ് ഉണ്ടായിക്കോട്ടെ എന്നും പറഞ്ഞ് ആരെങ്കിലും കാത്തിരിക്കുമോ? എന്നാൽ ഇപ്പോൾ എവിടെയെങ്കിലും വണ്ടി എന്നാൽ ഒരു വർഷമാകുമ്പോൾ പുതുക്കേണ്ട സമയമാകുമ്പോൾ ആരെങ്കിലും പറയുമോ, കഷ്ടമായി പോയി, കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ വണ്ടി ഓടിച്ച് നടന്നിട്ട് ഒരു ആക്സിഡൻറ്റ് പോലും ഉണ്ടായിട്ടില്ലല്ലോ, കുറച്ച് പൈസ എനിക്ക് ക്ലെയിം കിട്ടിയില്ലെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ലല്ലോ. നമ്മൾ എവിടെയെങ്കിലും വണ്ടിയും തട്ടി ആർക്കെങ്കിലും ഒരു അപകടം പറ്റി, ഡെത്ത് സംഭവിച്ചു, ഒരു തേർഡ് പാർട്ടി, അല്ലെങ്കിൽ വേറെ വലിയ വില കൂടിയൊരു വണ്ടി കിട്ടിയെന്ന് ഇടിച്ചു, അതിന് വരുന്ന പൈസ എത്രയാണ് കോമ്പൻസേഷൻ വരുന്നത്? സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ നമ്മൾ പേടിച്ചിട്ടില്ലേ ഇൻഷുറൻസ് എടുക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഇതും. നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റി, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് കൊണ്ട് അബദ്ധം പറ്റി ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി, അതിനൊക്കെ കേസുമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? പൈസ കൊടുത്ത് കേസ് വാദിക്കാൻ പറ്റുമോ? നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമവും കൂടെ കുറച്ചൊക്കെ നമ്മൾ പാലിക്കുക, അതിനനുസരിച്ച് നമ്മളുടെ ഒരു പ്രൊട്ടക്ഷനും കൂടെ ഉറപ്പുവരുത്തുക. ഇനി ഇത് കൂടാൻ പോവുകയാണ്. കാരണം എന്തോരം ഹോമുകൾ ഇനി ഇതൊരു ബിസിനസ്സാക്കി മാറ്റിയാലെന്ന് പറയാൻ പറ്റുമോ? ഈ പറഞ്ഞ കെയർ ഹോമുകളും റെസിഡൻഷ്യൽ ഹോമുകളും നേഴ്സിംഗ് ഹോമുകളും ചെയ്യാൻ പോകുന്നത് 3 വർഷം ആരും പിരിച്ചുവിടുന്നില്ല എന്ന് തീരുമാനിക്കൂ. പിരിച്ചുവിടുന്നില്ല. ഈ 3 വർഷത്തേക്ക് വിസ അടിച്ചു, അടുത്ത 3 വർഷത്തേക്ക് അടുത്ത് വീണ്ടും അടിക്കണ്ടേ? അപ്പോൾ ഇവർ ചോദിക്കുന്ന പൈസ എത്രയായിരിക്കും? ചില ഹോമുകൾ വിസയ്ക്കുള്ള പൈസ കൊടുത്താൽ മതി എന്ന് പറയും. പക്ഷേ ഒട്ടുമിക്ക ഹോമുകൾ, അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവർ പൈസ മേടിക്കും. ഇങ്ങനെ കാത്തിരിക്കുകയല്ലേ. നമുക്ക് ഈ വിസ ആര് ത്രൂ ആണോ ഈ വിസ ശരിയാക്കി തന്നത്, അവർ ത്രൂ തന്നെയാണ് ഈ വിസ അടിക്കാൻ മറ്റവരെ പ്രേരിപ്പിക്കും. അവർക്ക് ഈ ഒരു കാര്യത്തിൽ ബുദ്ധി ഇല്ലെങ്കിൽ ഇവരെ ബുദ്ധി പറഞ്ഞു കൊടുക്കും. നമ്മുടെ മലയാളികൾ പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്കിനി ഇതൊരു നല്ല ചാൻസാണ്, പൈസ ഉണ്ടാക്കാൻ പറ്റിയ ചാൻസാണ്, ഇവരെവിടെയും പോകുകയല്ല, ഇവരിനി അടുത്ത 3 വർഷത്തേക്ക് അടിക്കും, അത് കഴിഞ്ഞ് പിന്നെയും 3 വർഷത്തേക്ക് പിന്നെ അടിക്കണം. അപ്പോൾ PR ഇപ്പോൾ 10 വർഷം ആക്കിയത് നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾക്ക് കോടീശ്വരന്മാരാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ നമ്മുടെ മലയാളികൾ തന്നെ ഈ മാനേജർമാരെ അതിൻ്റെ വേണ്ടപ്പെട്ട അതോറിറ്റിയും വിവരം അറിയിക്കും. എന്നിട്ടോ 3 വർഷമാകുമ്പം നിങ്ങളിപ്പോൾ കൊടുത്ത പൈസ ആ പൈസയുടെ അത്രയും കൂടെ വേണം എന്ന് പറഞ്ഞാൽ, അല്ലെ അതിൻ്റെ പകുതി വേണമെന്നെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുകയല്ലേ. ഈ കിട്ടുന്ന പൈസയ്ക്കകത്തുനിന്ന് മൃഗീയ ഭാഗം ഈ പറഞ്ഞു കൊടുത്തവൻ ആരാണോ, ഈ അസുര വിത്തുക്കൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഇവനൊക്കെ ഈ പണം മേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെയുള്ള ശാപത്തിൻ്റെ പണം മേടിച്ച് ഇവനൊക്കെ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇത്ര ദുരിതത്തിലേക്ക് ആളുകളെ തള്ളി വിട്ടിട്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട്, അവരെ ചൂഷണം ചെയ്തുകൊണ്ട്, അവരെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആത്മഹത്യയുടെ വക്കിൽ കൊണ്ട് എത്തിച്ചിട്ട് അവരുടെ പ്രാക്കും അവരുടെ കഷ്ടപ്പാടും അവരുടെ ശാപവും മേടിച്ചിട്ട് ഇവൻ ഈ പണം കൊണ്ടുപോയിട്ട് ഇവനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇവൻ്റെയൊക്കെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനാണെങ്കിൽ, ഇവൻ്റെയൊക്കെ കുടുംബം പോറ്റാനാണെങ്കിൽ അതൊന്നും നിലനിൽക്കുന്നതല്ല, നിലനിൽക്കുകയുമില്ല. അത് 100% ഉറപ്പിച്ചോ. ഇന്നല്ലെങ്കിൽ നാളെ ഇതിന് സമാനം പറയേണ്ടി വരും. എന്നെ കേൾക്കുന്നവന്മാരാരായാലും ഇവർ കൃത്യമായിട്ട് അത് എഴുതി വെച്ചോ, നെറ്റിയേൽ വരച്ചു വെച്ചോ, കൃത്യമായിട്ട് ഇവനൊക്കെ അതിൻ്റെ ശിക്ഷ കിട്ടിയിരിക്കും. എല്ലാം കൃത്യം കിട്ടും, സംശയിക്കേണ്ട ആ കാര്യത്തിൽ. ദയവ് ചെയ്ത് ഇനി ഇതൊരു ബിസിനസ്സാക്കി മാറ്റരുത്. ഇനിയും ഇതുപോലുള്ള കെയർ ഹോമുകളിൽ ഇതുപോലുള്ള വിസകൾ അടിക്കുന്നതിന് വേണ്ടി അവരെ ഉപയോഗിക്കുകയോ അവരെ ചൂഷണം ചെയ്യുകയോ ചെയ്യാതെ അല്പം മനസാക്ഷി കാണിച്ച് അവർക്ക് അങ്ങനെ ഒരു പൈസ, വിസ അടിക്കുന്നതിനുള്ള പൈസ മാത്രമായിട്ട് ആ ഹോം ഓഫീസിലെ ഫീസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫീസ് മാത്രം മേടിച്ച്, അല്ലെങ്കിൽ ഒരു സോളിസിറ്ററാണ് ഇത് ചെയ്തു കൊടുക്കുന്നതെങ്കിൽ ആ സോളിസിറ്ററുടെ ഫീസ് എത്രയാണ് ആ പൈസയും മാത്രം മേടിച്ചുകൊണ്ട് വിസയ്ക്കൊരു കാശും മേടിക്കാതെ ആ വിസ അടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു നല്ല മനസ്സ് കാണിക്കുക. നിങ്ങൾ ആദ്യം മേടിച്ചതല്ലേ, ഇനിയും അതിനകത്ത് വീണ്ടും ഒരു പണം ഉണ്ടാക്കാനുള്ളൊരു മാർഗമായിട്ട് ഇതിനെ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് അതിൻ്റെ ശാപമേക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചാൽ മതി. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ വിസ അടിക്കാൻ കാശ് കൊടുക്കുന്നുണ്ട്, 4 തവണ വിസ അടിക്കാൻ പുതുക്കാൻ കാശ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ തുറന്ന് നിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വന്തം ബിസിനസ് തുടങ്ങിക്കൂടെ ആ പൈസ കൊണ്ട്? ഇല്ലേ? അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ആ വഴി തിരഞ്ഞെടുത്തുകൂടെ? അതിന് കൃത്യമായിട്ടുള്ള എല്ലാ പേപ്പർ വർക്കുകളും സോളിസിറ്റർ ത്രൂ ചെയ്യേണ്ട, അതായത് ഇമിഗ്രേഷൻ സോളിസിറ്റർ ത്രൂ ചെയ്യേണ്ട എല്ലാ പേപ്പർ വർക്കുകളും ഞങ്ങളുടെ ടീം അടക്കം നിന്നുകൊണ്ട് എല്ലാവർക്കും ചെയ്തു കൊടുക്കും. അതിൻ്റെ കാര്യങ്ങൾ മൊത്തം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് വിളിക്കാം. 100% അവർ വിളിച്ചോട്ടെ. എന്നെ എന്തോരം ആളുകൾ വിളിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വീഡിയോയോട് കൂടി. സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങാൻ ഉള്ള വിസ കൊടുക്കുന്ന ഏത് കാറ്റഗറി ഉണ്ടെങ്കിലും ഒരു ഇമിഗ്രേഷൻ സോളിസിറ്റർക്ക് അറിയാം. ആ ഇമിഗ്രേഷൻ സോളിസിറ്റർ ത്രൂ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഒരു റിയൽ ബിസിനസ് ഫയർ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ ബിസിനസ് നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ളതായിരിക്കണം, നിങ്ങളുടെ കുടുംബത്തെ പോറ്റാനുള്ളതായിരിക്കണം, നിങ്ങൾക്കതിനകത്ത് റിട്ടേൺസ് ഉണ്ടായിരിക്കണം, നിങ്ങൾ അതിന് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം. അല്ലാതെ ഒരു പേരിന് മാത്രം എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് ഉടായിപ്പ് പരിപാടി വെച്ച് കൂട്ടി ഒരു വിസ കിട്ടാം, നിലനിൽക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും എൻ്റെ അടുത്തേക്ക് ആരും വരരുത്.
കാരണം ഞങ്ങൾ വിസ കച്ചവടക്കാരല്ല. ഒരു ബിസിനസ്, സ്വന്തം ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്ന വഴികൾ എന്താണ് എന്നുള്ളത് പറഞ്ഞുതരാം. നിങ്ങൾ വരൂ. അത് ഒരുപാട് ആളുകൾ PSW ഇരിക്കുന്ന ഒത്തിരി ആളുകൾ വിളിക്കുന്നുണ്ട്. PSW ഇരിക്കുന്ന ആളുകൾക്ക് ഇനി ഒരു 6 മാസം 1 വർഷമൊക്കെ ഉണ്ടാവുള്ളൂ തിരിച്ചു പോകാൻ വേണ്ടി, അല്ലെങ്കിൽ തിരിച്ചു പോകണം. അതിനുള്ളിൽ അവർക്കൊരു ജോലി കണ്ടെത്തണം, ഒരു വർക്ക് പെർമിറ്റ് കിട്ടണം. ഒന്നുകിൽ അവർ പഠിച്ച ജോലിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു വർക്ക് പെർമിറ്റ് കിട്ടണം. അത് കിട്ടാത്തൊരു സാഹചര്യം ആയിട്ടുള്ള ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഒക്കെ ലക്ഷ്യം ഒരു വിസയാണ്, ഒരു നിലനിൽപ്പാണെങ്കിൽ ഞാൻ അവരോട് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് നിങ്ങൾക്കൊരു വിസയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് നിൽക്കരുത്. നിങ്ങളൊരു റിയൽ ബിസിനസ്സുകാരനാണ്, നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾ വരൂ, അതിന് വേണ്ട പ്രോജക്റ്റ് കൊണ്ടുവരൂ, ആ റിപ്പോർട്ട് കൊണ്ടുപോകാം. അതിൻ്റെ ബേസിൽ നമുക്ക് അതിന് വേണ്ട എല്ലാ പ്ലാനുകളും തയ്യാറാക്കാം. എന്നിട്ട് അതിനനുസരിച്ച് കംപ്ലീറ്റ് കാര്യങ്ങളും അതൊരു നല്ല പ്രോജക്റ്റ് ആണെങ്കിൽ അതിനകത്ത് ഞങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുന്നേ, ഞങ്ങളും അതിനകത്ത് വൺ ഓഫ് ദ പാർട്ട്ണർ ആകാവുന്നേ. അതിൽ കൂടുതൽ എന്ത് പ്രോമിസാണ് വേണ്ട അവർക്ക്? അപ്പോൾ അതിനുള്ള സാധ്യതയും ഇപ്പോൾ UK നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ, ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാത്യുചേട്ടനെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിക്കും. ചെറുത് മാത്രമല്ല വലിയ ബിസിനസ്സുകാരും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. മില്യൺസ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നും നമ്മുടെ കേരളത്തിൽ നിന്നും ആളുകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, ഈ നമ്പറിൽ വിളിക്കുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.